ശ്രീ അരുൺകുമാർ, റെജി ലൂക്കോ സാറിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. DGP ആണ് തീരുമാനിക്കേണ്ടത്. DGPയെ തീരുമാനിക്കുന്നത് ആരാണ്? അത് ഈ ഗവൺമെൻറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷനാണ് കത്ത് ഫോർവേഡ് ചെയ്തത്. മനുഷ്യാവകാശ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ആര് നോമിനേറ്റ് ചെയ്യുന്നതാണ്? അത് ഈ ഗവൺമെൻറ്റാണ്. ഇതൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ ശ്രീ അരുൺകുമാർ മലയാളികൾ. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വെറുതെ ന്യായീകരിച്ച് മെഴുകുക എന്നല്ലാതെ മലയാളിക്ക് മുൻപിൽ ഈ വിഷയത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം മര്യാദ നിങ്ങൾ അതാണ് കാണിക്കണം. ഏറ്റവും മിനിമം മര്യാദ കാണിക്കണം അതാണ്. ഷാഫി ഗുഡ് സർട്ടിഫിക്കറ്റ്, ഷാഫി ആകെ മാറിപ്പോയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എന്നാലോ ഈ കൊടിസുനിക്ക് നന്നാവാനുള്ള അവസരം കൊടുക്കണം, അതിന് അദ്ദേഹത്തെ പുറത്തിറക്കുകയാണ്. എന്ത് ദുർബലമായ വാദം. ഞാൻ പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇദ്ദേഹത്തിന് പരോൾ കൊടുത്തിട്ടുള്ളത്? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നിയമത്തെ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ്. അത് റെജി ലൂക്കോസിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? നമ്മുടെ മുമ്പിൽ രാജ്യത്തിൻ്റെ പ്രിസണേഴ്സിൻ്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതിൽ പറയുന്നുണ്ടല്ലോ ആർക്കാണ് ഇത്തരത്തിൽ ഇടക്കാല ഈ പറയുന്ന രൂപത്തിലേക്ക് കൊടുക്കേണ്ടത്, എങ്ങനത്തെ ആളുകളായിരിക്കണം. അത് വളരെ കൃത്യമായി എഴുതി, വെൽ ബിഹേവിയർഡ് ആയിരിക്കണം, അതിൽ തർക്കമില്ല. അതാണ് എന്ന അഭിപ്രായം റെജി ലൂക്കോസിനുണ്ടോ? ഞാൻ ചോദിക്കാൻ. ഇദ്ദേഹം ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു മാസം ഇനി കൊടുക്കുമ്പോൾ തന്നെ ശ്രീ അരുൺകുമാർ ഒരു മര്യാദയൊക്കെ വേണ്ടേ? മലയാളികളല്ലേ ഇത്? അമ്മയെ കാണാനുള്ള വലിയ സങ്കടം കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ എല്ലാവരുടെ ശ്രീ അരുൺകുമാർ എല്ലാവരുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഒരു തർക്കവും അതിലില്ല. ഇനി എല്ലാ സമയത്തും ഈ TP വധക്കേസ് ഉൾപ്പെടെ CPM നടത്തുന്ന കൊലക്കേസുകൾ എടുത്താൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, സുധാകരൻ ഒരു കേസിൽ പ്രതിയായിരുന്നു, ശിക്ഷിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇത് എല്ലാ കാലത്തും CPM നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാദമാണ്. 2024 ഇന്ന് ഈ ഡിസംബർ മാസം 31-ാം തീയതി ഒരാളെ CPM കൊന്നാലും അവർ പറയുക 947 സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം കോൺഗ്രസ് ഒരാളെ കൊന്നിരുന്നു അല്ലെങ്കിൽ ലീഗ് ഒരാളെ കൊന്നിരുന്നു എന്ന ന്യായ പറയുക. എത്ര കാലം ഈ ന്യായം പറഞ്ഞ് ഈ മലയാളിക്ക് മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും? ഇനി നിങ്ങൾ എത്ര പേരെ കൊന്നാലാണ് നിങ്ങൾക്ക് ഈ കോൺഗ്രസിനോ ലീഗുമായിട്ട് എന്ന ഒരു ചട്ടത്തെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പരോൾ അനുവദിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ CPM ഭയമാണ് TP വധക്കേസ് പ്രതികളെ. അവർ എന്തെങ്കിലും ഒന്ന് ഒഴിഞ്ഞാൽ അതിൽ വരാൻ പോകുന്നത് ഉന്നത ഗൂഢാലോചനയാണ്. അതുകൊണ്ടാണ് ഈ TP കേസ് പ്രതികൾക്ക് അകമഴിഞ്ഞ സഹായം നൽകുന്നത്. 4 പ്രതികളുടെ ശിക്ഷാ ഇളവ് ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് തടഞ്ഞില്ലേ? ആ വിധിയിലേക്ക് പോകുന്നതിനുള്ള കാരണം അവസാനം വരെയും കുഞ്ഞനന്തലിന്റെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാടെന്താ? ഈ വിഷയങ്ങളിലൊക്കെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഭയന്നാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. റെജി ലൂക്കോസ്. അല്ല ഡോക്ടർ അരുൺ, അതിനു മുമ്പായിട്ട് എനിക്ക് പ്രിയപ്പെട്ട PK ദാസിനോട് ഒരു ഒറ്റക്കാര്യം ചോദിക്കാനുണ്ട്. നാദാപുരത്ത് ഈ മുസ്ലിം ലീഗിന്റെ 6 പ്രവർത്തകര് 18 വയസ്സുകാരനായ ഒരു പയ്യനെ DYFI പ്രവർത്തനാന്നുള്ള ഒറ്റ തെറ്റിന്റെ പേരിൽ പെരുവഴിയിലിട്ട് കൊന്നുതള്ളി. അതിൽ ഇല്യാസ് എന്ന് പറയുന്ന ഒരു പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ ബാക്കി 5 പേര് ജീവപര്യന്ത ശിക്ഷയിലാണ്. അവരിൽ എത്ര പേർക്ക് പരോള് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നവാസിന് അറിയാവുന്നത് എനിക്കറിയാം. നവാസ് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. അവരെ നിങ്ങൾ എന്തിനാണ്, അപ്പൊ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് PK ദാസ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു നീതിയും അല്ലാത്തവർക്കെല്ലാം വേറൊരു നീതിയാണ്. മനസ്സിലാക്കേണ്ട വസ്തുത അല്ല, ഞാൻ പൂർത്തിരിക്കട്ടെ. നവാസ് ആദ്യമായിട്ട് ഇന്ത്യൻ നിയമം ഞാൻ പൂർത്തിരിക്കട്ടെ. ഇത് ജോയിൻ ചെയ്യാൻ ആവശ്യമായി. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ധാർമ്മികത, നിങ്ങൾ വൺ സൈഡായിട്ടാണ് ധാർമ്മികത. അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്? നവാസിനെ പോലെ ഒരു സുഹൃത്ത് ഇത് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ കൊലപാതകങ്ങളുടെ ചരിത്രം കൂടെ പഠിച്ചിട്ട് വേണം. ജയിൽ നിയമങ്ങൾ താങ്കളത് വായിക്കണം. ഞാനത് മുഴുവൻ വായിച്ചിട്ടാണ് ഇപ്പൊ ഇത് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ വായിക്കാറുണ്ട്. താങ്കൾ വായിച്ചിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ്. കാരണം താങ്കൾ നന്നായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതിനാണ്. ഡോക്ടർ അരുൺ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. കേരളത്തിലെ CPM മാത്രം ഒരു വൺ സൈഡ് കോടതിയോട് വിചാരണ ചെയ്യുകയും ഈ പറയുന്ന ലീഗിനെ UDF ഇപ്പൊ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഞാനും അത് കേട്ടിരുന്നു. അദ്ദേഹത്തിന് ബൈറ്റ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ CPM ഭയമാണെന്ന്. CPM ഭയപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ 2 കാര്യങ്ങളുണ്ട്. ഞാൻ ആ പേര് ഉപയോഗിക്കേണ്ട ഒരു കാര്യം പറയാം. അദ്ദേഹം 1 മാസം മുമ്പ് എറണാകുളത്തെ ഒരു സ്ഥലത്ത് ഒരു കടപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. ആ പറഞ്ഞതിന്റെ 16 ദിവസങ്ങൾക്ക് ശേഷം ലീഗ് വരട്ടിപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചു പറഞ്ഞു. 20 സെക്കൻഡ് സമയമുള്ളൂ. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഡോക്ടർ സമയം തരണം. ഡോക്ടർ അരുൺ, റിപ്പോർട്ടർ ചാനലുമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കൊലപാതകങ്ങളുടെ പാഠപുസ്തകം എടുത്ത് റെജി ലൂക്കോസ് നമ്മളൊരു ചർച്ചയ്ക്കിരിക്കാം. കേരളത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഗൂഢാലോചന നടത്തി
Debate with Dr. Arun Kumar.